ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് ഫുൾ മൂണാണ്. 2025 ഡിസംബറിലെ അവസാനത്തെ ഫുൾ മൂണാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഈ സമയം എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നടന്നതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുമൊക്കെ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു എനർജിയാണ് ഇത്. അതുപോലെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുവാനും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതായി വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പാസ്റ്റിനെ വിട്ടുകളഞ്ഞ് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ടൊക്കെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കാം അത്. അപ്പോൾ അത് ഇനി സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പുതിയൊരു മാറ്റം വരുന്ന സമയമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് വരും എന്നുള്ളതാണ്. പെട്ടെന്നൊരു മാറ്റം വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ചാണ് വരുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു പുതിയ തുടക്കമാണ്
കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഒരു മാജിക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം. അപ്പോൾ മാജിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസൊക്കെ എഴുതി വയ്ക്കുക. നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യത്തെ പ്രപഞ്ചം നടത്തിത്തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വേണമെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി വേണമെങ്കിലോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന്, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ഇരിക്കുന്നുവോ അത്രമാത്രം ഇതെല്ലാം ജീവിതത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു മാജിക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള കഴിവുകളും ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ്. പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർ ആകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളൊന്ന് വിട്ടുകളയാൻ ശ്രമിക്കുക. നിങ്ങളത് ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് മുന്നിൽ തെളിയുമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നും. പിന്നെ ഈ സമയം നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്ര ഹീലാവുന്ന ഒരു എനർജിയാണ്. അതായത് നമ്മുടെ മണിപൂരക ചക്ര ബ്ലോക്ക് ആകുന്ന സമയത്ത് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചില അഡിക്ഷൻസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങളിലൊരു ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില അഡിക്ഷനിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ചില നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കടക്കണമെന്ന് തീരുമാനിക്കുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു കർമ്മം ചെയ്തിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കാമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഇരിക്കുക. ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. വരുന്നത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യരുത് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കുറച്ച് കാലം മുമ്പ് നടന്നൊരു സംഭവമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വ്യക്തിക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സത്യം തെളിയിക്കണം,
എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങളോട് ചെയ്തതിന് അവർക്ക് എന്നാണ് ഒരു കർമ്മഫലം കൊടുക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളെ വിഷമിപ്പിച്ച, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തിക്ക് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് നിങ്ങളുടെ വെയിറ്റിങ്ങിൻ്റെ ഫലമായിരിക്കാം. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളെയും ഇല്ലാതാക്കിയ വ്യക്തികൾ അവരുടെ മുന്നിൽ ഈ സമയം നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, നിങ്ങളുടെ നന്മയുടെ ഫലമായിരിക്കാം. അപ്പോൾ ഈ സമയം ഒരു വിജയമാണ് നിങ്ങൾക്കെന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഒരു കർമ്മഫലം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു കർമ്മഫലം എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ പറ്റും എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവിക സ്വത്തുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫാമിലി കോർട്ടിലോ മറ്റോ എന്തെങ്കിലും ഇഷ്യൂസ് സംബന്ധമായി കേസുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ജഡ്ജ്മെൻറ്റാണ്, കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ സമയമാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള, നിങ്ങളുടെ സത്യത്തിനും നിങ്ങളുടെ നന്മയ്ക്കുമുള്ള ആ ഒരു ഫലമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം തിരിച്ചു കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് ചില ആൾക്കാർക്ക് ഒരു സ്ഥലം വിൽപ്പനയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ഥലം വിൽക്കുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി എൻജോയ് ചെയ്തും നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ ഇത് എനിക്ക് സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡായിട്ടും ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്ത് തീർക്കുക എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ അധികം ജോലികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരുപാട് വർക്കുകൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ എപ്പോൾ തീരും, എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ഇത് തുടങ്ങാം, ഇത് എനിക്ക് തീർക്കാൻ പറ്റും, അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ സമയം വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങളുടെ ജീവിതത്തിലെ 2 കാര്യങ്ങളെ വളരെ ഭംഗിയായി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. 2 സിറ്റുവേഷൻസ് വളരെ സുന്ദരമായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്നാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ 2 സിറ്റുവേഷൻസ് ഒന്നിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ മുന്നിലുള്ള 2 സിറ്റുവേഷൻസ് നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ കൂളായിരിക്കും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷയിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ്.
ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യമില്ലെങ്കിലും അതിൻ്റെ ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഓർമ്മകൾ. അപ്പോൾ നിങ്ങളുടെ സക്സസ്സിൽ നിന്ന് നിങ്ങളെ വലിച്ചു മാറ്റി പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിച്ച് പുതിയ ചില പ്രതീക്ഷകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം ഇമോഷണൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാതെയോ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെയോ ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളത് തിരുത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോകുമ്പോൾ നിങ്ങളിൽ മണി എനർജി ഒന്നും വർക്കാവില്ല. അപ്പോൾ പൈസ നമ്മളിലേക്ക് വരികയുമില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടായിരിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കൂടുതലായിട്ടും അവിടെ പ്രാക്ടിക്കൽ ആകുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിപ്രഷൻ്റെ എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം സ്വപ്നം കണ്ട് എണീറ്റിട്ടുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളത് ഹീൽ ചെയ്യണം എന്നും നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ആ ഓർമ്മകൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ വേദനയോടെ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം. അപ്പോൾ ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഭയപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷമിപ്പിക്കുന്ന ചിന്തകൾ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ട സമയമാണ്. നമുക്കെല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം കടന്നു പോകും എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതിനു വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ പ്രാണായാമമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ ന്യൂസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത കുറേ കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച്
കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാതിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്കത് ഹീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആളുകൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത പല കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.